വെൽക്കം ടു സുനിതാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചപ്പാത്തി, അതായത് ഫുൾക്ക ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആട്ട എടുക്കുമ്പോൾ മൈദ അധികം ചേരാത്ത ആട്ട വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഒരല്പം ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ആദ്യം തന്നെ വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് അങ്ങനെ കുഴയ്ക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആട്ടയൊക്കെ നന്നായിട്ട് ഇവിടെ ഞാൻ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്രയും കൂടുതൽ ടൈം എടുക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതൊരു റോളാക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതൊന്ന് ഉരുട്ടി അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 രീതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോൾസ് ആക്കി കഴിഞ്ഞ് ഇത് പരത്തിയെടുത്തു. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കല്ലിലോട്ട് വെച്ച് പതുക്കെ ഇതൊന്ന് പരത്തി കൊടുക്കുക. എല്ലാ വശവും യൂണിഫോമായിട്ട്, അതായത് എല്ലായിടത്തും ഒരേപോലെ കട്ടി വരത്തക്കവണ്ണം ആ രീതിയിൽ പരത്തി കൊടുക്കുക. അല്ലാണ്ട് ഒരു വശം കട്ടി കൂടിയും കട്ടി കുറഞ്ഞും അങ്ങനെയാണെങ്കിൽ ഇത് പൊങ്ങി വരത്തില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി ഇത് തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ചെറിയതായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തിട്ട് ഗ്യാസിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്താണിത് നല്ലതായിട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ കൈയൊക്കെ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലൊരു ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഹോൾഡർ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി വേറൊരു മെത്തേഡ് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് പരത്തിയെടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ചപ്പാത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു തുണി വെച്ച് ഓരോ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അമർത്തി കൊടുത്താൽ ഇതിങ്ങനെ നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പം നമ്മൾ ഓരോ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ പതുക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതി, അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ഗ്യാസിലോട്ട് ചപ്പാത്തി വെക്കുന്നതിന് പകരം ഒരു ചെറിയ ഗ്രില്ല് ടൈപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചപ്പാത്തി ഇങ്ങനെ പൊങ്ങിയെടുക്കുന്ന രീതിയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുത്തു. അപ്പം ഫുൾക്ക ചപ്പാത്തി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.